ഭയങ്കര ബോൾഡ് ആണെന്നുള്ള കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പെട്ടെന്ന് ഞാൻ കമ്പനി ആവും. അതായത് ഇന്ന വൈരാഗ്യമൊന്നും മനസ്സിൽ വെക്കത്തൊന്നുമില്ല. കമ്പനിയായി ഇപ്പൊ നെവിനോട് പോയി മിണ്ടിയപ്പോൾ അവർ പറഞ്ഞു അയ്യോ വിൻസി പെട്ടെന്ന് തന്നെ പോയി മിണ്ടിയോ ഇത്ര പെട്ടെന്ന് സരികിച്ച് ഇത്ര പെട്ടെന്ന് മിൻസി കൂട്ടായോ? നമ്മൾ അത്ര ഉള്ളൂ ഞങ്ങളുടെ വഴക്ക്. ആരും വന്ന് രണ്ടാമത് ഒന്ന് പോയി മിണ്ട് എന്ന് പറഞ്ഞ് ആരും ഒന്നും പറയേണ്ടി വന്നില്ല. ഞാൻ അപ്പൊ തന്നെ അത് സോൾവ് ആക്കി. എനിക്ക് പെട്ടെന്ന് ഒരാളുടെ വിഷമം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അനുവിന്റെ ലാസ്റ്റത്തെ ഒരു കേസ് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപത്തെ ദിവസം എല്ലാവരും കൂടെ അനുവിനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കിച്ചൺ ടീമിലുള്ള ആളാണ്. ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞിട്ട് ജിസയില് അനുവിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്. അപ്പം എല്ലാവരും അനുവിനെ അവിടെ നെഗറ്റീവ് ആയിട്ടാ പറയുന്നത്. അനു ഇങ്ങനെ എന്താ ഫേക്ക് ആണ് അങ്ങനെ ഇങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്. പക്ഷെ അനുവിന്റെ അടുത്ത് ഞാൻ മിണ്ടാറുണ്ട്, സംസാരിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായപ്പോ ഞാൻ ആദ്യം ചെയ്തത് ഞാൻ ജിസേലിനോട് അവിടെ ഇരുന്ന് തന്നെ നമ്മൾ എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ തന്നെ ജിസേലിനെ ചോദിച്ചു, ജിസേലെ സത്യമാണോ അവള് ചപ്പാത്തി എടുക്കുന്നത് ഞാൻ കണ്ടില്ല? അപ്പൊ ജിസേൽ എന്നിട്ട് പറഞ്ഞു അത് ചപ്പാത്തി അല്ല എന്തോ ഒരു ഫുഡ് എടുത്തു. ഞാൻ പറഞ്ഞു എപ്പോഴാണ് എടുത്തത്? കാരണം ഞാൻ കിച്ചൺ ടീമിലുണ്ടല്ലോ, എപ്പോഴാണ് എടുത്തത്? അപ്പം അത് ഇന്നലെയോ അതിന് മുൻപോ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആണ് പുള്ളിക്കാരി. അപ്പൊ എനിക്ക് മനസ്സിലായി വഴക്കിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരി ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറഞ്ഞതാണ്. ഞാൻ നേരെ ചെന്ന് കരയുന്ന അനുവിന്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, അനു ഞാൻ ചോദിച്ചു, ഞാൻ കിച്ചൺ ടീമിലുണ്ട്, ഞാൻ ചോദിച്ചു, നീ തെറ്റുകാരിയല്ല, നീ കരയരുത്. എപ്പോഴും ഞാൻ അനുവിന്റെ അടുത്ത് പറയായിരുന്നു കരയരുത് കാരണം ഞങ്ങളെ കാണുന്നുണ്ട് ചില നിമിഷങ്ങളൊക്കെ. അതെ. അപ്പം അനു അങ്ങനെ കരഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി. നമ്മൾ എത്ര ഇപ്പൊ നേരത്തെ തുടക്കത്തിനടുത്ത് ചോദിച്ച പോലെ തന്നെ എത്ര ഗെയിം കളിക്കാൻ നിന്നതാണ് എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ.